ലോക്സഭാ ഇലക്ഷന് ഇനി അല്പം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏജൻസികളും ചാനലുകളെല്ലാം സർവേകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ ചാനലുകളും ദേശീയ ഏജൻസികളുമെല്ലാം ഇപ്പോൾ സർവേ നടത്തുന്ന തിരക്കിലാണ്. കേരളത്തിൽ പ്രാദേശികമായും പലയിടങ്ങളിലും സർവേ നടത്തുന്നുണ്ട്. മനോരമ ന്യൂസ് പ്രാദേശികമായി നടത്തിയ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മനോരമ ന്യൂസിൻ്റെ സർവേ പ്രകാരം UDFനാണ് മുൻതൂക്കം കണക്കാക്കപ്പെടുന്നത്. മനോരമ ന്യൂസിൻ്റെ സർവേ ഫലപ്രകാരം 10 മണ്ഡലങ്ങളിൽ 7 UDF പിടിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ചാലക്കുടിയിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കും എന്നും സർവേയിൽ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മനോരമ ന്യൂസ് ഇത്തരത്തിലൊരു ജനഹിത അഭിപ്രായ സർവേ നടത്തിയത്. ഇതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സർവേ ഫലം പുറത്തു വന്നപ്പോൾ 10 മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളിലും UDFനാണ് മുൻതൂക്കമുള്ളത്. 2 ഇടത്ത് ഇടതിനാണ്. അതേസമയം ചാലക്കുടിയിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 20 മണ്ഡലങ്ങളിലെ 8616 വോട്ടർമാരിൽ നിന്ന് ബൃഹത്തായ ഒരു ശേഖരണം നടത്തി എന്നാണ് മനോരമ അവകാശപ്പെടുന്നത്. 3 മുന്നണികൾ തമ്മിൽ 2% അതിൽ താഴെയും വ്യത്യാസമുള്ള മണ്ഡലങ്ങളെ 3 മുന്നണികളുടെയും കണക്കിൽപ്പെടുത്താതെ ഫോട്ടോ ഫിനിഷ് മണ്ഡലങ്ങളെന്ന് കണക്കാക്കി. ആദ്യഘട്ടത്തിൽ അക്ഷരമാലാക്രമത്തിൽ 10 മണ്ഡലങ്ങളിലെ ഫലം പുറത്തു വന്നപ്പോൾ UDFനാണ് ഇപ്പോൾ മേൽക്കൈ എന്നാണ് അറിയാൻ കഴിയുന്നത്. UDFൻ്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിൽ നേരിയ വ്യത്യാസത്തിൽ ഇടതുമുന്നണി മുന്നിലാണെന്നും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. LDFന് 46, UDFന് 44, NDAക്ക് 4%, ആറ്റിങ്ങലിൽ 44%വുമായി LDFാണ് മുന്നിൽ നിൽക്കുന്നത്. UDFന് 38, NDAക്ക് 13 എന്നിങ്ങനെയാണ് വോട്ട് ശതമാനം. LDFന് സിറ്റിംഗ് മണ്ഡലമായ ആലത്തൂരിൽ 45% പേരുടെ പിന്തുണയുമായി UDF മുൻതൂക്കം നേടുന്ന ഒരു സാഹചര്യമുണ്ടായി. LDFന് 38%വും NDAക്ക് 13%വും ലഭിച്ചു. ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന ചാലക്കുടിയിൽ UDFന് 40, LDFന് 39, NDAക്ക് 13, എറണാകുളത്ത് 41%വുമായി UDFനാണ് മുൻതൂക്കമെന്നാണ് സർവേയിൽ പറയുന്നത്. LDFന് 33, NDAക്ക് 11, ഇടുക്കിയിൽ സർവേയിൽ പങ്കെടുത്ത 44%വും UDFന് ഒപ്പമാണെന്നും സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. LDFന് 39, NDAക്ക് 9%വും പിന്തുണ ലഭിക്കുന്നുണ്ട്. LDF സിറ്റിംഗ് മണ്ഡലമായ കണ്ണൂരിൽ 49%വും കാസർഗോഡ് 43%വുമായി UDFന് മുൻതൂക്കം ലഭിക്കുന്നുണ്ടെന്നാണ് മനോരമ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത്. BJPക്ക് നേരത്തെ തന്നെ സ്വാധീനമുള്ള കാസർഗോഡ് LDFന് 35%വും NDAക്ക് 13%വും പിന്തുണയുണ്ടെന്നാണ് സർവേയിൽ പറയുന്നത്. സിറ്റിംഗ് സീറ്റുകളായ കൊല്ലത്തും കോട്ടയത്തും UDFന് തന്നെയാണ് മേൽക്കൈ ഉണ്ടായിരിക്കുന്നത്. കൊല്ലത്ത് UDFന് 48, LDFന് 41, NDAക്ക് 7, കോട്ടയത്തെ UDFന് 49, LDFന് 39, NDAക്ക് 10% എന്നിങ്ങനെയാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുൻപ് ഫെബ്രുവരി 23 മുതൽ മാർച്ച് 7 വരെയാണ് സർവേ നടത്തിയതെന്നാണ് മനോരമ അവകാശപ്പെടുന്നത്. പിന്നീട് വരുന്ന സർവേയുടെ ഫലങ്ങൾ മാറിയേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും മനോരമയുടെ സർവേ ഫലം പുറത്തു വരുമ്പോൾ 10 മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളിലും UDFനാണ് വിജയസാധ്യത ഏറെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.